ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മെഡോ ഹോളിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മെഡോ ഹോളിൽ സമ്മർ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റൈഡ്സും ഒരു ബീച്ച് സെറ്റപ്പൊക്കെ ആയിട്ട് അടിപൊളി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ വൈബുള്ള സ്ഥലമാണ്. അപ്പം ഇതെല്ലാ കൊല്ലം സമ്മറിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് വന്ന വീഡിയോ ആണ് ഇത്. ഇപ്പോൾ ലാസ്റ്റ് സമ്മറിലും ഞങ്ങൾ നെയ്ത്തിനെ കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഇവിടുത്തെ റൈഡ്സും കാര്യങ്ങളും എല്ലാം അവർക്ക് കിഡ്സിന് ഭയങ്കര അധികം ഇഷ്ടപ്പെടും. അവർക്ക് പറ്റിയ അടിപൊളി വൈബിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഓൾ ദിസ് മ്യൂസിക് ആൻഡ് തിങ്സ്, സോ മെനി റൈഡ്സ്, ദ ബീച്ച് ആൻഡ് എവറിഥിങ്. ബീച്ച് എന്ന് പറയുന്നത് ബീച്ച് പോലെ സാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം, ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ നെയ്തൻ ആ വൈറ്റ് ഷർട്ട് കണ്ടോ, അവൻ ആ ബോളിൻ്റെ അകത്ത് കയറി കളിക്കുന്നുണ്ട്. അതവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ആ മെഡോ ഹോൾ സമ്മർ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ വൈബ്സാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഫുള്ള് കാണാൻ പോകുന്നത്. ജസ്റ്റ് എൻജോയ്. അത് മാത്രമല്ല കേട്ടോ, ഈ വീഡിയോൻ്റെ എൻഡിൽ ഞങ്ങൾ മെഡോ ഹോൾ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു, വളരെ കുറച്ച്. അപ്പോൾ ആ സാധനങ്ങളുടെ ഒരു ഷോപ്പിംഗ് ഹോൾ, ഒരു സ്മോൾ ഷോപ്പിംഗ് ഹോളും കൂടി ഈ വീഡിയോയുടെ എൻഡിലുണ്ട്. അപ്പോൾ അതും കൂടി കാണാൻ മറക്കരുത് കേട്ടോ. അവിടെ ഞങ്ങൾ സമ്മർ ബീച്ച് ഫെസ്റ്റിവലിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് റൈഡ്സിലൊക്കെ നെയ്ത്തിൻ കയറി. അത് കഴിഞ്ഞ് അവിടുന്ന് മെഡോ ഹോൾ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി ഫുഡ് കഴിച്ചു, ഒരു ഐസ്ക്രീം കഴിച്ചു, പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ. അതിനുള്ളൊരു എന്തോ ആ സമയത്ത് എനിക്കതിന് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ട്രാം പിടിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ മെഡോ ഹോളിൽ പോയിട്ട് വന്ന ഉടനെ എടുക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ആകെ ടയേർഡായിട്ടുള്ള ലുക്കിലാണുള്ളത്. ഒരു 3-4 മണിക്കൂർ അവിടെ കിടന്നിങ്ങനെ കറങ്ങി കറങ്ങി തിരിച്ചെത്തുമ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ട്. പക്ഷേ ഈ ചൂടോടെ ഇതങ്ങ് എടുത്തില്ലെങ്കിൽ പിന്നെ അത് വീഡിയോ എടുക്കലൊന്നും ഉണ്ടാകില്ല. പിന്നെ എനിക്ക് മടി പിടിക്കും. അപ്പോൾ ഷോപ്പിംഗ് നടത്തിയ സമയത്ത് എനിക്കത് എടുക്കാൻ ഷൂട്ട് ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ. ഒരുപാട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പം ഒരുവിധം മെഡോ ഹോളിൽ പോയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങും. അത് പിന്നെ എല്ലാവരും അങ്ങനെയാണല്ലോ, ഷോപ്പിംഗ് മോളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുക, എന്നിട്ട് വല്ല ഡിസ്കൗണ്ടും ഉണ്ടോ എന്ന് നോക്കുക, പറ്റിയതുണ്ടെങ്കിൽ എടുക്കുക. അതാണ് പരിപാടി. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ മെഡോ ഹോളിൽ ചെന്ന് കയറുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാണുന്ന ഷോപ്പ് എന്ന് പറയുന്നത് M&S ആണ്. അപ്പോൾ M&S കയറിയപ്പം അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് എല്ലാം 50% ഓഫിൽ
ഇട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്നൊരു 4 ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. എന്നിട്ട് 4 ടോപ്പ് എടുത്തതിൽ ട്രയൽ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആകെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരെണ്ണമാണ് ഇതേ ഈ കവറുള്ളത്. കവറൊക്കെ വലിയ വലിപ്പമുണ്ട്, പക്ഷേ ഒരെണ്ണം ഞാനിതുണ്ടോ ഇതാണ് ഞാനെടുത്തത്, ഈ സ്വെറ്റ് ഷർട്ട്. അപ്പം ഇപ്പം ഈ നമ്മുടെ സമ്മർ ഏകദേശം തീരാനായതുകൊണ്ട് ഓൾമോസ്റ്റ് സമ്മർ വെയേഴ്സാണ് കൂടുതലും ഓഫറിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ പ്രോപ്പർ സമ്മർ വെയർ ഇനിയിപ്പം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ വിൻ്ററിലേക്കും കൂടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്വെറ്റ് ഷർട്ടാണ്. അപ്പം ഇങ്ങനത്തെ ഒരു 3-4 എനിക്ക് ഇതിലും ഇഷ്ടപ്പെട്ട കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ട്രയൽ ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഇതാണ് ഞാൻ MNSന്ന് എടുത്ത ഒരു ഐറ്റം. പിന്നെ MNSന്ന് ഞാൻ വേണ്ട ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്കിവിടെ വന്നിട്ട് ഇന്നേഴ്സ് സെലക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മിക്ക ഷോപ്പിൽ പോയാലും എനിക്ക് പറ്റുന്നതൊന്നും കിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കൊളീഗ്സ് പറഞ്ഞിട്ടാണ്, ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ തന്നെ കൊളീഗ്സ് പറഞ്ഞിട്ടാണ് MNS ട്രൈ ചെയ്യുക. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഇന്നവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇന്നവേഴ്സ് വേണ്ടത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ MNS പോവുക. അതും ഞാൻ മെഡോഹോളിലുള്ള MNSലേ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെയുള്ള MNS പോയി ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും കിട്ടും. പറ്റുന്ന എല്ലാ ടൈപ്പ് ഐറ്റംസും അവിടെയുണ്ട്. അതാണ്. അപ്പോൾ ഈ ഇന്നേഴ്സ് ഒന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഈ MNSൻ്റെ കവർ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഞാൻ പോയത് എല്ലാ കടയിലും കയറി ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ന്യൂ ലുക്കിൽ കയറി. അപ്പോൾ ന്യൂ ലുക്കിൽ കയറിയിട്ട് ഞാൻ എടുത്തത് ഡ്രസ്സൊന്നും എടുത്തില്ല. അപ്പോൾ എനിക്കൊരു ഡെയിലി ഇടാൻ വേണ്ടിയിട്ടൊരു ചെയിന് ഉണ്ടോ, ക്രോസ് ഉള്ളൊരു ചെയിൻ വാങ്ങി. എനിക്ക് ക്രോസ് ഉള്ളൊരു ചെയിൻ വാങ്ങണമെന്നുണ്ട്. അതിപ്പോൾ ക്രോസ് ഉള്ളൊരു ചെയിൻ വാങ്ങി. പിന്നെ ഒരു ബ്രേസ്ലെറ്റും വാങ്ങി, കൈ ചെയിന് ബ്രേസ്ലെറ്റ്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബ്രേസ്ലെറ്റും ഈ ഒരു ചെയിനും കൂടെയാണ് ഞാൻ ന്യൂ ലുക്കിൽ നിന്ന് വാങ്ങിയത്. ന്യൂ ലുക്ക്. അത് കഴിഞ്ഞ് പിന്നെ നെയ്തന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കടയിൽ കയറിയെങ്കിലും നെയ്തിന് പറ്റിയതൊന്നും. ഇപ്പം ഞങ്ങൾ നെയ്തെന്ന് പറഞ്ഞപ്പോൾ തലയിട്ട് കാണിക്കുക. സ്പോർട്സ് ഡയറക്റ്റിലാണ് ആദ്യം അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി നോക്കിയത്. പക്ഷേ അവിടെ അവന് പറ്റിയതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ നമ്മൾ സ്ഥിരം ഷോപ്പ് പ്രൈമാർക്കിൽ പോയി. പ്രൈമാർക്കിൽ കുട്ടികൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഐറ്റംസ് ക്വാളിറ്റി ഉള്ളത് തന്നെ കിട്ടും. അപ്പം അവിടെ നിന്ന് എടുത്തത് അവനത് 2 ട്രൗസേഴ്സ് എടുത്തു. ഇതും പിന്നെ ഈ 2 കളർ, ഇത് രണ്ടും ഒന്നിച്ചുള്ളൊരു സെറ്റായിരുന്നേ. അപ്പോൾ ഇത് രണ്ടുമാണ് അവനെടുത്തത്. അപ്പോൾ ഇല്ലാത്ത 2 കളർ നോക്കിയെടുത്തത്. ഇത് ട്രൗസേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മുടെ നാട്ടിൽ ഈ ചെറിയ ഇത് പകുതി വരെയുള്ളതിനല്ലേ നമ്മൾ ട്രൗസർ എന്ന് പറയും. ഇതിപ്പോൾ ഇവിടെ ബ്രിട്ടീഷേഴ്സ് ഇംഗ്ലണ്ടുകാർ യൂസ് ചെയ്യുന്നത് പാൻസിന്, നമ്മുടെ പാൻസിനാണ് ട്രൗസർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഉള്ള എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ ഇത് ട്രൗസേഴ്സാണ്. പിന്നെ ഇവിടെ പാൻസ് എന്ന് പറയുന്നത് അണ്ടർവെയറിനാണ് നമ്മൾ ഇവിടെ പാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കടയിൽ പോയിട്ട് പാൻസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർവെയർ എടുത്ത് തരുവേ. അപ്പം അതാണ് സംഭവം. അപ്പോൾ ഇതാണ് നെയ്തിന് വാങ്ങിയ 2 ട്രൗസർ. പിന്നെ ഇതിന് ജീൻസിൻ്റെ ഒരു ഷർട്ട് വാങ്ങി. നെയ്തിന് ജീൻസിൻ്റെ ഒരു ഷർട്ടും പിന്നെ ഒരു ഹുഡിയും വാങ്ങി. ഒരു ഹുഡി. ഇതൊന്നും വലിയ തരക്കേടില്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിയതുകൊണ്ടാണ് പ്രൈമാർക്കിൽ നിന്ന് തന്നെ എടുത്തത്. പ്രൈമാർക്ക് ആകുമ്പോൾ നമുക്ക് ഇവിടെ മിക്ക മലയാളികളും അഫോർഡബിളായിട്ട് ക്ലോത്ത്സ് വാങ്ങുന്ന ഒരു ഷോപ്പാണ് പ്രൈമാർക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നടത്തിയ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ട്രാമും കയറി ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ കൈയോടെ ഞാൻ ആ വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.